എറണാകുളം ഞാറക്കലിൽ ദളിത് വിദ്യാർത്ഥിക്ക് മർദ്ദനം. 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ സംഘം ചേർന്ന് മർദ്ദിച്ചെന്നാണ് പരാതി. ഫുട്ബോൾ മത്സരത്തിലെ തോൽവിയുടെ പേരിലാണ് മർദ്ദനം. രക്ഷിതാക്കളുടെ പരാതിയിൽ ഞാറക്കൽ പോലീസ് കേസെടുത്തു. കളി കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞ് CC പഠിക്കണ പയ്യൻ വന്ന് വിളിച്ച്, അവർ 14 വയസ്സുള്ളു, അവൻ വന്ന് വിളിച്ച് ഒന്ന് പുറത്തേക്ക് വരാമോ എന്ന് ചോദിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കുറച്ച് മാറി അവൻ്റെ ചേട്ടന്മാരും കൂട്ടുകാരും, അതായത് 17-18 വയസ്സുള്ള പിള്ളേരാണ്, അവരവിടെ കാത്തിയപ്പുണ്ടായി. അവർ ഒരു ബൈക്കിന് 4 പേര് 3 പേരൊക്കെ ഒരുമിച്ചാണ് ബൈക്കിൽ വന്നതാണ്. ജൂഡോ പിള്ളേരാണ്. ആ ജൂഡോ സ്റ്റൈലിലാണ് അവർ ഇടിച്ചത്. സിജോ വർഗീസ് വിവരങ്ങൾ നൽകും. സിജോ, എപ്പോഴാണ് ഈ മർദ്ദനം ഉണ്ടായത്? ദിവ്യ, വെള്ളിയാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. ശനിയാഴ്ച ഇതുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ പരിക്കേറ്റ വിദ്യാർത്ഥി ഇപ്പോൾ ഞാറക്കൽ ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. ഒരു വർഷം മുമ്പ് ഉണ്ടായ ഒരു ഫുട്ബോൾ മത്സരത്തിൽ തോൽവിക്ക് കാരണം ഈ പരിക്കേറ്റ വിദ്യാർത്ഥിയാണ് എന്നുള്ള ഒരു ആരോപണം ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് എതിർ ടീമിലുണ്ടായിരുന്ന ആളുകൾ ഈ വിദ്യാർത്ഥിയെ മർദ്ദിച്ചതെന്നാണ് രക്ഷിതാക്കൾ പ്രധാനമായിട്ടും പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവർ സമൂഹ മാധ്യമങ്ങളിൽ പരസ്പരം പോർവിളികൾ നടത്തുന്നുണ്ടായിരുന്നു. ഇത് പക്ഷേ രക്ഷിതാക്കളൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഇതിനെ തുടർന്ന് ഈ വെള്ളിയാഴ്ച ഇതിൽ ഒരാൾ വീട്ടിലെത്തുന്നു, ഈ പരിക്കേറ്റ വിദ്യാർത്ഥിയെ പുറത്തേക്ക് വിളിച്ചു വരുത്തുന്നു. അതിനുശേഷം ആണ് ഈ വീടിന് സമീപത്ത് വെച്ചും മറ്റ് ഒരു ഫുട്ബോൾ കളിക്കുന്ന സ്ഥലത്ത് കോർട്ടിൽ വെച്ചും മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. കോർട്ടിൽ ഉണ്ടായിരുന്ന ഒരു ജീവനക്കാരി ഇടപെട്ടതുകൊണ്ടാണ് താൽക്കാലികമായി ഈ വിദ്യാർത്ഥിക്ക് രക്ഷപ്പെടാൻ സാധിച്ചത്. ഈ പരിക്കേറ്റ വിദ്യാർത്ഥി ഇവിടെയല്ല, സ്പോർട്സ് സ്കൂളിലാണ് പഠിക്കുന്നത്. കോട്ടയത്താണ് സ്പോർട്സ് സ്കൂളിലാണ് പഠിക്കുന്നത്. അവിടെ നിന്ന് അവധിക്ക് വീട്ടിലെത്തിയപ്പോഴായിരുന്നു ഇത്തരത്തിലൊരു ആക്രമണം നടന്നത്. എന്തായാലും രക്ഷിതാക്കളുടെ പരാതിയിൽ ഞാറക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളാണ് സിജോ വർഗീസ് നൽകിയത്.